ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ 100 റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു T20 മത്സരത്തിൽ 100 റൺസിന്റെ വിജയം എന്ന് പറയുമ്പോൾ ആ ടീമിന് ആ ഒരു ടൂർണമെന്റിൽ അവരുടെ നെറ്റ് റൺ റേറ്റിൽ ഉണ്ടാവുന്ന വർധനവ് എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു മത്സരം കഴിയുന്നതോടുകൂടി മുംബൈ ഇന്ത്യൻസ് പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്, 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ ഒരു റൺ റേറ്റ് എന്ന് പറയുന്നത് 1.27 എന്ന് പറയുന്ന നല്ല ഒരു മികച്ച ഒരു റൺ റേറ്റ് ിലേക്ക് എത്തിയിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ 11 മത്സരങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ 11 മത്സരങ്ങളിൽ 7 ജയവുമായിട്ടാണ് അവർ ഇപ്പോൾ 14 പോയിന്റുമായി ഈ ഒരു പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുന്നത്. ആദ്യ 5 മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ 4 മത്സരങ്ങളിലും പരാജയപ്പെടുകയായിരുന്നു മുംബൈ ഇന്ത്യൻസ്. അതിനുശേഷം കളിച്ച 6 മത്സരങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് ജയിക്കാനായിട്ട് മുംബൈ ഇന്ത്യൻസിന് സാധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് ഒരു മിന്നുന്ന വിജയമാണ് കാഴ്ചവെച്ചതെങ്കിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസിന്റെ മുന്നിൽ അവർ തകർന്നടിയുന്ന കാഴ്ചയായിരുന്നു സവായ് മാൻസിംഗ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് 217 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ റോയൽസിന് വെറും 117 റൺസ് മാത്രമാണ് നേടാനായിട്ട് സാധിച്ചത്. ടോസിന്റെ ആനുകൂല്യം രാജസ്ഥാൻ റോയൽസിന് ലഭിക്കുകയും കഴിഞ്ഞ മത്സരത്തിലെ പോലെ അവർ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയുമായിരുന്നു. കാരണം രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മഞ്ഞുവീഴ്ച ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടാമത് ബാറ്റ് ചെയ്യുന്നത് കുറച്ച് ഈസി ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് റിയാൻ പരാഗ് തയ്യാറായത്. ഏതായാലും ആ തീരുമാനം മികച്ചതായിരുന്നു. ഒപ്പം തന്നെ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റർമാർ ക്രീസിലേക്ക് എത്തുന്ന സമയത്ത് റിയാൻ റിക്കൽട്ടനും അതുപോലെ രോഹിത് ശർമ്മയും ക്രീസിലെത്തുന്ന സമയത്ത് മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു. അതുപോലെ തന്നെ ചാറ്റൽ മഴ നല്ല പോലെ ഉണ്ടായിരുന്നു. ഏകദേശം മത്സരം നിർത്തിവെക്കും 1-2 ഓവറുകൾ കഴിയുമ്പോൾ എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു സമയത്തുള്ള ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ. അതുപോലെ തന്നെ ആദ്യ ഓവർ ബൗൾ ചെയ്ത ജോഫ്ര ആർച്ചറിന്റെ ബോള് വളരെ മനോഹരമായിട്ടാണ് സ്വിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സ്വിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ചില സമയങ്ങളിൽ ബോൾ നല്ലപോലെ സ്വിങ് ചെയ്യും. കാരണം ഇങ്ങനെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം, നല്ല കാറ്റിന്റെ ഒരു ആനുകൂല്യമൊക്കെ ലഭിക്കുന്ന സമയത്ത് ബോൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ബോളർമാർക്ക് സാധിക്കാറില്ല. അതുപോലെയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. അതുപോലെ തന്നെ ജോഫ്ര ആർച്ചറിന്റെ ആദ്യത്തെ ഓവറും രണ്ടാമത്തെ ഓവറിൽ ബോൾ ചെയ്യാൻ വന്ന ഫസലക് ഫറൂഖിയും ഈ 2 ബൗളർമാരുടെയും ബോൾ അതുപോലെ മനോഹരമായിട്ടാണ് സ്വിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയ്ക്കും റിയാൻ റിക്കൽട്ടനും ഈ ഇനീഷ്യൽ സ്റ്റേജിൽ ഒട്ടും തന്നെ ഈസി ആയിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ആ 3ാമത്തെ ഓവറിൽ റിയാൻ പരാഗിന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മാറ്റം എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. ഇത്രയും ഒരു ബോൾ സ്വിംഗ് ചെയ്യുന്ന ആ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് 3ാമത്തെ ഓവറിൽ മഹീഷ് തീക്ഷണയെ ബൗളിങ്ങിന് കൊണ്ടുവന്നതെന്ന് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ആ ഒരു കാര്യം നമ്മുടെ ഞാൻ ഇതിൻ്റെ ഒരു പ്രിവ്യൂ ചെയ്ത വീഡിയോയുടെ താഴെ വിനോദ് കുമാർ എന്ന് പറയുന്ന നമ്മുടെ അദ്ദേഹം സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണ്. അദ്ദേഹം അത് കമന്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കൃത്യമായിട്ടുള്ള ഒരു അവലോകനമായിരുന്നു അദ്ദേഹത്തിൻ്റെ, കൃത്യമായ ഒരു കാഴ്ചപ്പാടായിരുന്നു. കാരണം 3ാമത്തെ ഓവറിൽ ഉറപ്പായിട്ടും ജോഫ്ര ആർച്ചറോ അല്ലെങ്കിൽ ആകാശ് മധുവാലിനെ പോലെ ബോൾ നന്നായിട്ട് സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ബൗളറോ ആയിരുന്നു ബൗൾ ചെയ്യേണ്ടിയിരുന്നത്. ആ ഒരു പവർ പ്ലേയുടെ സമയത്ത് ഒരിക്കലും മഹീഷ് തീക്ഷണയെ അങ്ങനെ ഒരു ക്ലൈമറ്റ് കണ്ടീഷനിൽ ബൗളിങ്ങിന് കൊണ്ടുവരരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഏതായാലും ആ ഒരു തെറ്റായ തീരുമാനം അവർക്ക് നല്ല ഒരു തുടക്കമാണ് നൽകിയത്. ആദ്യത്തെ 6 ഓവർ പൂർത്തിയാവുമ്പോൾ മുംബൈ ഇന്ത്യൻസ് വിക്കറ്റ് നഷ്ടപ്പെടാതെ 58 റൺസ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു. ആ കൂട്ടുകെട്ട് നല്ല ഒരു അടിത്തറ ഇട്ടിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത്. 12ാമത്തെ ഓവർ ആകുമ്പോഴേക്കും 116 റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അർദ്ധ സെഞ്ചുറി നേടിയ 2 ബാറ്റർമാരും പുറത്തായി. രോഹിത് ശർമ്മയും പുറത്തായി, റിയാൻ റിക്കൽട്ടനും പുറത്തായി. ഈ 2 പേരും പുറത്തായതിനു ശേഷം നല്ല ഒരു തീരുമാനമായിരുന്നു വൺ ഡൗൺ പൊസിഷനിൽ സൂര്യകുമാർ യാദവിനെ ബാറ്റ് ചെയ്യാനായിട്ട് വിട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മികച്ച ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അദ്ദേഹം തന്നെയാണ് ബാറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അതിനുശേഷം രോഹിത് ശർമ്മയും റിയാൻ റിക്കൽട്ടനും ഔട്ടായതിനു ശേഷം 2 ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വന്നതും ഹാർദിക് പാണ്ഡ്യയായിരുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു വരവ്, കുറച്ച് മുന്നേക്ക് കയറി വരാനുള്ള ഒരു തീരുമാനം, അതും മികച്ച ഒരു തീരുമാനമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 2 പേരും മികച്ച ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ സമയത്ത് അവർ തന്നെയാണ് ബാറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനീഷ്യലി നഷ്ടപ്പെട്ട ആ 2 വിക്കറ്റുകൾ മാത്രമാണ് മുംബൈക്ക് നഷ്ടപ്പെട്ടത്. റിയാൻ റിക്കൽട്ടനെ ബൗൾഡാക്കാനായിട്ട് മഹീഷ് തീക്ഷണയ്ക്ക് കഴിഞ്ഞപ്പോൾ രോഹിത് ശർമ്മ ഒരു 6 അടിക്കാനുള്ള ശ്രമത്തിനിടയിൽ റിയാൻ പരാഗിന്റെ ബോളിൽ ഔട്ട് ആവുകയായിരുന്നു. അതിനുശേഷം മുംബൈ ഇന്ത്യൻസിന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടില്ല. ആ ഒരു 6 ഓവറിൽ 58 റൺസ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അവസാനത്തെ 5 ഓവറിൽ 15 ഓവറിന് ശേഷമുള്ള ആ ഒരു 5 ഓവറിൽ 71 റൺസാണ് മുംബൈ ഇന്ത്യൻസ് അടിച്ചുകൂട്ടിയത്. അതിന്റെ ഒരു പ്രധാന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവിന്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും ഭാഗത്ത് നിന്നായിരുന്നു. സൂര്യകുമാർ യാദവ് 23 ബോളിൽ 48 റൺസ് നേടി
പുറത്താകാതെ നിന്നപ്പോൾ അതേപോലെ തന്നെ 23 ബോളിൽ 48 റൺസ് നേടി ഹാർദിക് പാണ്ഡ്യയും പുറത്താവാതെ നിന്നു എന്നുള്ളതാണ്. നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു മുംബൈയുടേത്. 217 റൺസ് എന്ന് പറയുന്നത് ഈ ഗ്രൗണ്ടിൽ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. 209 എന്ന് പറയുന്ന റൺസ് വളരെ ഈസി ആയിട്ട് രാജസ്ഥാൻ റോയൽസ് ചേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ മുംബൈ ഇന്ത്യൻസിന്റെ ബൗളിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബൗളിംഗ് ആണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എല്ലാ തരത്തിലുള്ള ബൗളർമാരും, ബോൾ സ്വിംഗ് ചെയ്യിക്കുന്ന ബൗളർമാരുണ്ട്, നല്ല സ്പീഡിൽ എറിയുന്ന ബൗളർമാരുണ്ട്, എല്ലാം ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ രാജസ്ഥാൻ റോയൽസിന്റെ ബൗളർമാരുടെ ഒരു ഫിഗർ പരിശോധിക്കുകയാണെങ്കിൽ ജോഫ്ര ആർച്ചർ 4 ഓവറിൽ 42 റൺസാണ് വഴങ്ങിയത്. വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. കുറേ മത്സരങ്ങളായിട്ട് ഇതുപോലെ ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് ജോഫ്ര ആർച്ചറിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണെന്ന് പറയുന്നത്. ഫസൽ ഹഖ് ഫറൂഖി 4 ഓവറിൽ 54 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. അദ്ദേഹത്തിന്റെ ബോളിംഗിലും ഒരുപാട് റൺസ് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അവർക്ക് വഴങ്ങേണ്ടി വന്നു. മഹീഷ് തീക്ഷണ 4 ഓവറിൽ 47 റൺസ് വഴങ്ങി. വീണ്ടും ഒരു നല്ല ഒരു ഫിഗർ എന്ന് നമുക്ക് പറയാനില്ല. അതിനുശേഷം വന്ന കുമാർ കാർത്തികേയ 2 ഓവർ മാത്രമാണ് അദ്ദേഹം ബോൾ ചെയ്തത്. 2 ഓവറിൽ 22 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. അതുപോലെ ആകാശ് മധുവാളിന്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് മെച്ചപ്പെട്ട ഒരു ബൗളിംഗ് പ്രകടനം എന്ന് നമുക്ക് പറയാം. 4 ഓവറിൽ 39 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നു ആകാശ് മധുവാളിനെ എന്തായാലും ഈ ടീമിലേക്ക് കൊണ്ടുവരണം, കളിപ്പിക്കണം എന്നുള്ളതൊക്കെ. സന്ദീപ് ശർമ്മ എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ബോളറാണ് കളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി പറ്റിയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ വിരലിന് ഒരു പരിക്ക് പറ്റിയിരിക്കുന്നു. ഈ ഒരു ടൂർണമെന്റിൽ നിന്ന് തന്നെ, ഈ ഒരു സീസണിൽ നിന്ന് തന്നെ അദ്ദേഹം റൂൾഡ് ഔട്ട് ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആകാശ് മധുവാളിന് നറുക്ക് വീണിരിക്കുന്നത്. റിയാൻ പരാഗ് 2 ഓവറിൽ 12 റൺസ് മാത്രം വഴങ്ങി 1 വിക്കറ്റ് നേട്ടം കൈവരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഒരു ബൗളിംഗ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഏതായാലും 217 റൺസ് എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു സ്കോർ ആയിരുന്നില്ല. മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ആദ്യ ഓവറിൽ തന്നെ പ്രഹരമേൽപ്പിക്കാനായിട്ട് ദീപക് ചഹറിന് സാധിക്കുകയും ചെയ്തു. ദീപക് ചഹറിന്റെ 4ാമത്തെ ബോളിൽ തന്നെ കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറിയൻ ആയിട്ടുള്ള 14 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി ഔട്ടാവുകയായിരുന്നു. വൈഭവ് സൂര്യവംശിയും ജസ്പ്രീത് ബുംറയും തമ്മിലുള്ള ഒരു ബൗളിംഗ് ബാറ്റിംഗ് പ്രകടനം കാണാനായിട്ട് വളരെ ആകാംക്ഷയോടെയാണ് ഞാൻ കാത്തിരുന്നത്. പക്ഷേ അതിനുള്ള ഒരു അവസരം ഉണ്ടായില്ല. ആദ്യ ഓവറിൽ തന്നെ അദ്ദേഹം പുറത്താവുകയായിരുന്നു. ആദ്യ ഓവറിൽ തന്നെ രാജസ്ഥാന് വലിയ പ്രഹരമാണ് ഏറ്റത്. എന്നാൽ 2ാമത്തെ ഓവറിൽ ട്രെന്റ് ബോൾട്ടിന്റെ ഒരു ഓവറിൽ ആദ്യ 2-3 ബോളുകളിൽ തന്നെ 2 സിക്സറുകൾ നേടാനായിട്ട് യശസ്വി ജയ്സ്വാളിന് സാധിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി എല്ലാ മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ടിരിക്കുന്ന താരമാണ് യശസ്വി ജയ്സ്വാൾ. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോമിന്റെ മിന്നലാട്ടങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ട്രെന്റ് ബോൾട്ടിന്റെ അടുത്ത ബോളിൽ അദ്ദേഹം ബൗൾഡ് ആവുകയായിരുന്നു. അതിനുശേഷം പിന്നെ ആർക്കും തന്നെ നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. ആ പവർ പ്ലേയിൽ തന്നെ ജസ്പ്രീത് ബുംറയെ ബോളിങ്ങിന് കൊണ്ടുവന്ന ഹാർദിക് പാണ്ഡ്യ വീണ്ടും രാജസ്ഥാൻ റോയൽസിൽ വലിയ നാശമാണ് വിതച്ചത്. ഒരു ഓവറിൽ തന്നെ 2 പ്രധാനപ്പെട്ട വിക്കറ്റുകൾ നേടാനായിട്ട് ജസ്പ്രീത് ബുംറയ്ക്ക് സാധിക്കുകയും ചെയ്തു. അതൊന്ന് റിയാൻ പരാഗ് ആയിരുന്നു, മറ്റൊന്ന് ഷിമ്രൻ ഹെറ്റ്മെയർ ആയിരുന്നു. ഷിമ്രൻ ഹെറ്റ്മെയറിനെ ആദ്യ ബോളിൽ തന്നെയാണ് ജസ്പ്രീത് ബുംറ പുറത്താക്കിയത്. ജസ്പ്രീത് ബുംറയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം പ്രയോഗിക്കുന്ന ഈ ആയുധങ്ങൾ, എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. നമുക്കറിയാം, സ്ലോവറുകൾ, യോർക്കറുകൾ, ബൗൺസറുകൾ എല്ലാം തന്നെ നല്ല രീതിയിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ബൗളറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഒരിക്കലും ഒരു ബാറ്റർ പ്രതീക്ഷിക്കാത്ത സമയത്താണ് അദ്ദേഹം പല ബോളുകളും ബോൾ ചെയ്യുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു യോർക്കർ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ബൗൺസർ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു സ്ലോവർ, ഇതെല്ലാമാണ് ഒരു ബാറ്ററുടെ മൈൻഡ് റീഡ് ചെയ്യുന്ന ഒരു ബൗളറെ പോലെയാണ് ജസ്പ്രീത് ബുംറയെ എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയും, അതായത് കറക്റ്റായിട്ട് ബൗൺസർ ആണെങ്കിൽ കറക്റ്റായിട്ട് ആ മുഖത്തിന് നേരെ എറിയാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. യോർക്കർ ആണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു കാല് വെക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ പിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അത് മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ജസ്പ്രീത് ബുംറയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ബൗളിങ്ങിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത്. അതിനുശേഷം ആ ഒരു 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ ഒരിക്കൽ പോലും രാജസ്ഥാൻ റോയൽസിന്റെ മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പവർ പ്ലേ അവസാനിക്കുമ്പോഴേക്കും 62 റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് അവർ എത്തിയിരുന്നു. പക്ഷേ അപ്പോഴേക്കും അവരുടെ പ്രധാനപ്പെട്ട 5 വിക്കറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. പിന്നെല്ലാം ചടങ്ങ് മാത്രമായിരുന്നു. കരൺ ശർമ്മ ഈ മത്സരത്തിൽ ഒരു 3 വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ട്രെന്റ് ബോൾട്ടും 3 വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു. ജസ്പ്രീത് ബുംറയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2 വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഏതായാലും മുംബൈ ഇന്ത്യൻസിന്റെ ഒരു ഫിഗേഴ്സ് കൂടെ നമുക്ക് പരിശോധിക്കാം. ദീപക് ചഹർ 2 ഓവറിൽ 13 റൺസിന് 1 വിക്കറ്റാണ് നേടിയത്. ട്രെന്റ് ബോൾട്ട് 2.1 ഓവറിൽ 23 റൺസ് വഴങ്ങി 3 വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു. ജസ്പ്രീത് ബുംറ 4 ഓവറിൽ വെറും 15 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 2 വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു. കരൺ ശർമ്മ 4 ഓവറിൽ 23 റൺസിന് 3 വിക്കറ്റ് നേടിയിരിക്കുന്നു. അതുപോലെ തന്നെ കോർബിൻ ബോഷ് 3 ഓവറിൽ 29 റൺസാണ് വഴങ്ങിയത്. ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 1 ഓവർ മാത്രമാണ് ബൗൾ ചെയ്തത്. 1 ഓവറിൽ 2 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 1 വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ആർക്കും തന്നെ നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. അവസാനം ജോഫ്ര ആർച്ചറിന്റെ ബാറ്റിൽ നിന്ന് വന്ന കുറച്ച് റൺസുകളാണ് 117 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കെങ്കിലും അവരെ എത്തിച്ചത് എന്നുള്ളതാണ്. ഏതായാലും ഒരു നല്ല മത്സരം കാണാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു.
ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള മാച്ചായിരുന്നു. 100 റൺസിന്റെ വിജയം എന്ന് പറയുന്നത് അവർക്ക് മുന്നോട്ട് പോകുന്തോറും അവരുടെ ഈ നെറ്റ് റൺ റേറ്റിൽ വന്നിരിക്കുന്ന വലിയ മാറ്റം അവർക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏതായാലും നല്ല ഒരു പ്രകടനമാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് മുംബൈ ഇന്ത്യൻസിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.